നൈൽ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരനാണ് ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്. BCE 3100ഓടെ അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും ഒന്നായതോടെയാണ് ഈജിപ്ഷ്യൻ നാഗരികത ഔദ്യോഗികമായി രൂപപ്പെടുന്നത്. ഇവരുടെ ചരിത്രത്തെ പ്രധാനമായും 3 കാലഘട്ടങ്ങളിലൂടെ തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് ഓൾഡ് കിങ്ഡം. പിരമിഡുകളുടെ കാലഘട്ടമാണ് ഓൾഡ് കിങ്ഡം എന്നറിയപ്പെടുന്നത്. സാഹിത്യത്തിന്റെയും കലയുടെയും സുവർണ കാലഘട്ടമാണ് മിഡിൽ കിങ്ഡം എന്നറിയപ്പെടുന്നത്. ഈജിപ്തിന്റെ സാമ്രാജ്യം ഏറ്റവും വികസിച്ച കാലഘട്ടമാണ് ന്യൂ കിങ്ഡം എന്നറിയപ്പെടുന്നത്. തുതൻഖാമൻ, റാമസീസ് തുടങ്ങിയ പ്രശസ്തരായ ഫറവോമാർ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഫറവോ എന്നാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് ഫറോവ എന്ന വാക്കിനർത്ഥം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ എക്കൽ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട കടുത്ത ഫലഭൂയിഷ്ഠമായ മണ്ണ് കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നവീന ശിലായുഗ മനുഷ്യരെ ഈജിപ്തിലേക്ക് ആകർഷിക്കുകയും കാർഷികാഭിവൃദ്ധിയും ജലലഭ്യതയും അവരെ സമ്പന്നരായ ജനസമൂഹമായി ഉയർത്തുകയും ചെയ്തു. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ നാഗരികതകളിലൊന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഫറവോന്മാർ, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എഴുത്തുകാർ എന്നിങ്ങനെ പല ശ്രേണികളിലായി ഈജിപ്ഷ്യൻ ഭരണ സംവിധാനത്തെ തരംതിരിച്ചിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാരെ ദേവന്മാരായി കണക്കാക്കിയിരുന്നു. നീതിയും ധർമ്മവും പരിപാലിക്കുന്ന ഇവർക്ക് ജനങ്ങളുടെ മേൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. മതപരമായ ചടങ്ങുകൾ നടത്തുകയും ഭരണകാര്യങ്ങളിൽ ഫറവോനെ സഹായിക്കുകയും ചെയ്തിരുന്നവരാണ് പുരോഹിതന്മാരും പ്രഭുക്കന്മാരും. സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്നവരും കണക്കുകൾ സൂക്ഷിക്കുന്നതിലും കൽപ്പനകൾ രേഖപ്പെടുത്തുന്നതിലും പ്രാവീണ്യമുള്ളവരുമായിരുന്നു എഴുത്തുകാർ. ബഹുദൈവ വിശ്വാസികളായിരുന്നു ഈജിപ്തുകാർ. സൂര്യദേവനായ റാ, ആകാശത്തിന്റെ ദേവനായ ഹോറസ്, മരണാനന്തര ജീവിതത്തിന്റെ ദേവനായ ഒസിരിസ് എന്നിവരെ അവർ പ്രധാനമായി ആരാധിച്ചു. സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അബു സിംബൽ ക്ഷേത്രം. ഉദയ സൂര്യന്റെ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. മരണം അവസാനമല്ലെന്നും മരണാനന്തരം ജീവിതമുണ്ടെന്നും അവർ വിശ്വസിച്ചു. ഇതിനായി മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന മമ്മിഫിക്കേഷൻ രീതി അവർ വികസിപ്പിച്ചെടുത്തു. ഫറവോന്മാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിനായി കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ സ്മാരകങ്ങളാണ് പിരമിഡുകൾ. ഇതിൽ ഗിസയിലെ പിരമിഡ് വളരെ പ്രശസ്തമാണ്. രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ മമ്മി എന്ന് വിളിക്കുകയും ഇവയെ പിരമിഡിൽ അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നു. പരിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. ചമ്പാലിയൻ എന്ന പുരാവസ്തു ഗവേഷകനാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി വിശദീകരിച്ചത്. വലത്തുനിന്നും ഇടത്തോട്ടാണ് ഈ ലിപി എഴുതുന്നത്. പാപ്പിറസ് മരച്ചുരുളുകളിലും കൽത്തൂണുകളിലും പാത്രങ്ങളിലും ഹൈറോഗ്ലിഫിക്സ് രചന പ്രധാനമായും കാണപ്പെട്ടിരുന്നു. സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം, ജലഘടികാരം എന്നിവ ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാനപ്പെട്ട സംഭാവനകളാണ്.